16 മാസത്തെ പെൻഷൻ ഇപ്പം കിട്ടാനുണ്ട്. ക്ഷേമനിധിന്റെ പെൻഷൻ മാത്രമാണത്. അപ്പൊ ഈ പെൻഷൻ മാത്രമാണ് നമുക്ക് കിട്ടാത്തത്. ക്ഷേമനിധിന്റെ പെൻഷൻ സമയത്തിന് കിട്ടുന്നതില്ല. ഫെബ്രുവരി മാസം മുതൽക്ക് പെൻഷൻ ആയിട്ടുള്ള ആളുകൾക്ക് 1200 റുപ്യ ഇല്ല, 1600 ഇല്ല. അത് 600 റുപ്യ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും പറയുന്നത് ക്രിസ്മസിന്റെ സമയത്തും പറയുന്നത് എന്താ വെച്ചാൽ 2 മാസം പെൻഷൻ ഒന്നിച്ച് തരുന്നതാണ്. പക്ഷെ അത് കിട്ടിയെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതും കിട്ടിയിട്ടില്ല. ഇപ്പം ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പം സർക്കാർ കടർത്ത് തീർന്നാണ് പൈസ കംപ്ലീറ്റ്. എന്നിട്ട് പിന്നെ മോട്ടോർ തൊഴിലാളിയിൽ നിന്നും മറ്റ് ക്ഷേമനിധി ബോർഡിൽ നിന്നൊക്കെ കടർത്തുങ്ങാനാണ് ഇപ്പം വല്ലപ്പോഴും പൈസ അയച്ചു തരുന്നത്. അതാണ് ഇപ്പം സർക്കാരിന്റെ അവസ്ഥ. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. നമസ്കാരം. ജീവിതത്തിന്റെ ഏറ്റവും പുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ എല്ലുമുറിയെ പണിയെടുത്തൊരു മനുഷ്യൻ തന്റെ 60കളിൽ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിനുള്ള ആകെയുള്ള ആശ്രയമാണ് പെൻഷൻ. പെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് മാത്രമാണ്. അതേസമയം നാം വല്ലാതെ ചർച്ച ചെയ്യാതെ പോകുന്ന ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കഴിഞ്ഞ 1.5 വർഷമായി കുടിശ്ശികയാണ്. അതിതുവരെ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി എത്തുകയാണ് ഒരു കൂട്ടം നിർമ്മാണ തൊഴിലാളികൾ. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ തങ്ങൾ ബോർഡിലേക്ക് അടച്ച തുകയാണ് തങ്ങൾക്ക് ഇപ്പോൾ പെൻഷനായിട്ട് ലഭിക്കേണ്ടത്. എന്നാൽ അതുപോലും കൃത്യമായി ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുൻപ് നിർമ്മാണ തൊഴിലാളി ആയിരുന്ന വിശ്വനാഥൻ എന്ന ചേട്ടൻ മറുനാടനോട് സംസാരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം. വിശ്വനാഥേട്ടാ, ഇപ്പൊ ചേട്ടൻ നിർമ്മാണ തൊഴിലാളിയായിരുന്നു, ഇപ്പം പെൻഷൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിർമ്മാണ തൊഴിലാളി പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? നിർമ്മാണ തൊഴിലാളി പെൻഷനായിട്ട് എന്ന് പറഞ്ഞാൽ 2017 ഞാൻ പെൻഷനായത്. 2017 പെൻഷനായ നമ്മൾക്ക് പെൻഷൻ ഇങ്ങനെ 2 മാസം കൂടുമ്പോൾ പെൻഷൻ കിട്ടാറുണ്ടായിരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം കഴിഞ്ഞോട് കൂടിയിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ കൃത്യമായിട്ട് പെൻഷൻ കിട്ടിയിട്ടേ ഇല്ല. ഇതുവരെ ഉണ്ടായിരുന്ന പെൻഷന് കോടിക്കണക്കിന് റുപ്യ ക്ഷേമനിധി ബോർഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പണം മുഴുവൻ സർക്കാരിൻ്റെ ഇതിൽ ദൂർത്തടിച്ചു പോയതാണ്. അപ്പം നമുക്ക് പെൻഷനായ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ള ആനുകൂല്യങ്ങൾ, അതായത് വിദ്യാഭ്യാസ ആനുകൂല്യം, മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ സമയത്തിന് കൊടുക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാലങ്ങളായിട്ട് ഇപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ പെൻഷൻ തന്നെ കിട്ടിയിട്ട് ഇപ്പം ഞാൻ സർക്കാരിൽ നിന്ന് മേടിച്ച കടലാസാണിത്. അവിടുന്ന് ക്ഷേമനിധി ബോർഡിൽ നിന്ന് വന്ന കടലാസാണിത്. ഞാൻ അയച്ചപ്പം 2023 ജൂലൈ മാസം വരെയാണ് എനിക്ക് പെൻഷൻ അയച്ചിട്ടുള്ളത്. 2023 ജൂലൈ മാസം വരെ. അതിന്റെ ശേഷം ഇപ്പം ഞാൻ പോയപ്പം 1 മാസത്തെ പെൻഷൻ കൂടി വന്നിട്ടുള്ളൂ, അക്കൗണ്ടിൽ വന്നുള്ളൂ. ഇപ്പം ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള 4 ജൂലൈ കഴിഞ്ഞാൽ ആഗസ്റ്റ്, പിന്നെ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അല്ലെങ്കിൽ ആഗസ്റ്റിലെ ഒന്നുണ്ടാവും. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള 4 മാസം. ഇത് പറയുമ്പോൾ 2023 24 ഡിസംബറായി 12 മാസവും പിന്നെ 4 മാസം മറ്റേലും 16 മാസത്തെ പെൻഷൻ ഇപ്പം കിട്ടാനുണ്ട്. ക്ഷേമനിധിന്റെ പെൻഷൻ മാത്രമാണത്. അപ്പൊ ഈ പെൻഷൻ മാത്രമാണ് നമുക്ക് കിട്ടാത്തത്. ക്ഷേമനിധിന്റെ പെൻഷൻ സമയത്തിന് കിട്ടുന്നതില്ല. ഇത് 16 മാസത്തെ പെൻഷനായി. മറ്റത് വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറഞ്ഞത് 2024 ഈ വർഷം ജൂലൈ മാസം വരെ കിട്ടിയത്. അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പൈസയാണ്. 200 മുതൽ 500 റുപ്യ വരെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന, ബാക്കി 100 റുപ്യ കേരള സർക്കാരിന്റെ ഉള്ളൂ. അതായത് ഇപ്പം സത്യത്തിൽ 1600 രൂപയല്ലേ പെൻഷൻ? 1600 റുപ്യ. ഈ ക്ഷേമനിധി പെൻഷൻ 1600 റുപ്യ. മറ്റേ പെൻഷൻ 1600 റുപ്യ ഇല്ല. മറ്റേത് അതായത് നമ്മളിപ്പം നിലവിൽ ഗവൺമെന്റും കാര്യങ്ങളും പറയുന്നത് 1600 രൂപയാണ് വാർദ്ധക്യകാല പെൻഷൻ. പക്ഷെ 1600 രൂപ വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നില്ല. അത് എന്താ വെച്ചാൽ 2 വിഭാഗമായിട്ടാണ് കിട്ടുന്നത്. 2017 ഫെബ്രുവരി മാസം മുതൽക്ക് പെൻഷൻ ആയിട്ടുള്ള ആളുകൾക്ക് 1200 റുപ്യ ഇല്ല, 1600 ഇല്ല. അത് 600 റുപ്യ കൊടുക്കുന്നുള്ളൂ. അതിന്റെ മുന്നേ പെൻഷൻ ആയിട്ടുള്ള ആളുകൾക്ക് 2 പെൻഷൻ 1600 വീതം കൊടുക്കുന്നുണ്ട്. ക്ഷേമനിധി പെൻഷനുണ്ട്, ഈ പെൻഷനുണ്ട്, ഈ വാർദ്ധകാല പെൻഷനുണ്ട്. 2017 ഫെബ്രുവരി മാസത്തിന് ശേഷം പെൻഷനായ ഒരു കുട്ടിക്കും ഇപ്പൊ ഈ പെൻഷൻ കൊടുക്കുന്നില്ല. ഇത് 1600 പെൻഷൻ കൊടുക്കുന്നില്ല, 600 റുപ്യ വാർദ്ധകാല പെൻഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ 2017 ശേഷം പെൻഷൻ ആയാലോ ചേട്ടനെ പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് 600 രൂപ പെൻഷൻ തരുന്നതിന് വേണ്ടി ഗവൺമെന്റ് പറഞ്ഞ ന്യായം നിങ്ങൾക്ക് ഈ ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കിട്ടുന്നുണ്ടെന്നല്ലേ? അപ്പൊ ഈ ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കഴിഞ്ഞ അതായത് ഉദ്ദേശം 16 മാസത്തോളം കാലമായിട്ട് ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ പെൻഡിങ് ആണ്. മറ്റേ 1600 രൂപ കിട്ടേണ്ടതിൽ 600 രൂപയാണ് കിട്ടുന്നത്. അത് കൃത്യമായിട്ട് കിട്ടുന്നത് അതില്ലാതെ 4 മാസം ഇപ്പം 4 ഇനി 2014 ജൂലൈ മാസം വരെ കിട്ടിയുള്ളൂ. ജൂലൈ മാസം വരെ കിട്ടിയിട്ടുള്ളൂ. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസം പെൻഷൻ ഇനി കിട്ടാനുണ്ട്. അതും കിട്ടാനുണ്ട്. ഇപ്പം ഫോണിലൊക്കെ വരുന്ന വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
എല്ലാ മാസം പെൻഷൻ കിട്ടണ വരെ അല്ലെങ്കിൽ 2 മാസം 3 മാസത്തെ പെൻഷൻ ഒന്നിച്ച് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വരിക, മെസ്സേജ് വരും ഫോണിൽ. അതായത് ഇപ്പം ഈ ഓണത്തിന്റെ സമയത്തൊക്കെ ഗവൺമെന്റ് പറഞ്ഞിരുന്നല്ലോ എല്ലാ മാസത്തെ പെൻഷൻ 2 മാസം കൊടുക്കുന്നില്ല, അത് കിട്ടിയിട്ടില്ല. അത് 1 മാസം കിട്ടി. 2 മാസം സർക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോഴും പറയുന്നത് ക്രിസ്മസിന്റെ സമയത്തും പറയുന്നത് എന്താ വെച്ചാൽ 2 മാസം പെൻഷൻ ഒന്നിച്ച് തരുന്നതാണ്. പക്ഷെ അത് കിട്ടിയെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതും കിട്ടിയിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇത് പരാതി ഞാൻ ക്ഷേമാധി ബോർഡിലേക്ക് തന്നെയാണ് സർക്കാരിന് പരാതി അയച്ചിട്ടുണ്ട്. അതായത് മന്ത്രിമാർക്ക്, തൊഴിൽ മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക്, പിന്നെ അങ്ങനെ ലേബർ ഓഫീസർക്കും ഒക്കെ അങ്ങനെ എല്ലാവർക്കും പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പരാതി അയച്ചാല് പറഞ്ഞത് ഇത് മാത്രമാണ്, ഇത് സാമ്പത്തികം വരുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞങ്ങള് പെൻഷൻ അയച്ചു തരുന്നതാണ് എന്നാ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തോളം കാർഡിൽ മുഴുവൻ അതാണ്. ഇത് വിശ്വനാഥേട്ടന് മാത്രം പ്രശ്നമാണോ അതോ അല്ല, എല്ലാവർക്കും. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ രാമനാട്ടുകര മുനിസിപ്പാലിറ്റി തന്നെ ഞങ്ങൾ 45 പേരുണ്ട് പെൻഷൻകാർ. ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷനായ ആളുകൾ 45 പേരുണ്ട്. ഈ 45 ആൾക്കുള്ള അവസ്ഥ തന്നെയാണ്. ചേട്ടൻ തന്നെ മുമ്പ് പറഞ്ഞു, അതായത് ക്ഷേമനിധി ബോർഡിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇപ്പം ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പം സർക്കാർ കടർത്ത് തീർന്നാണ് പൈസ കംപ്ലീറ്റ്. എന്നിട്ട് പിന്നെ മോട്ടോർ തൊഴിലാളിയിൽ നിന്നും മറ്റ് ക്ഷേമാധി ബോർഡിൽ നിന്നൊക്കെ കടർത്തുങ്ങാനാണ് ഇപ്പം വല്ലപ്പോഴും പൈസ അയച്ചു തരുന്നത്. അതാണ് ഇപ്പം സർക്കാരിന്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ കയ്യിലുള്ള ഈ പേപ്പറുകൾ മുഴുവൻ വിശ്വനാഥൻ എന്ന ഈ മനുഷ്യൻ ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസുകൾ കയറി ഇറങ്ങി നേടിയെടുത്തതാണ്. തനിക്ക് അർഹതപ്പെട്ട പെൻഷൻ തുക ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കയറി ഇറങ്ങി നേടിയെടുത്തതാണ്. അദ്ദേഹത്തിന് ലഭിച്ച മറുപടികളും അദ്ദേഹത്തിന്റെ പരാതികളും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും തനിക്ക് കഴിഞ്ഞ 1 വർഷമായി, കൃത്യമായി പറഞ്ഞാൽ 16 മാസക്കാലമായിട്ട് തനിക്ക് ഈ അർഹതപ്പെട്ട പെൻഷൻ, ക്ഷേമനിധി ബോർഡിൽ നിന്ന് അർഹതപ്പെട്ട പെൻഷൻ തനിക്ക് ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ഇത് തന്റെ മാത്രം അനുഭവമല്ല എന്നും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് പെൻഷൻ അർഹരായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. തൊഴിലാളികളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു കൂട്ടരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭരണത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ആരാണ് ഇതിന് മാറ്റം കൊണ്ടുവരേണ്ടത്? തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. കോഴിക്കോട് നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ അക്ഷയോടൊപ്പം നിഖിൽ കക്കാടത്ത്.